ഹലോ ഞാൻ സോല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വെക്കേഷനായി നാട്ടിൽ വന്നിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന ഒരു ഫുൾ ഡേ ആണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഷോപ്പിലെ കുറച്ച് പ്രൊഡക്ട്സ് ഷിപ്പ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഷോപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ സ്റ്റാർട്ടഡ്. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരുന്നു. ഞാൻ രാവിലെ എണീച്ചു, ഫ്രഷായി, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്വിസ് റോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്വിസ് റോൾ എൻ്റെ കുറേ കാലമായിട്ട് ഞാനിങ്ങനെ കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങിച്ചു, അത് കഴിച്ച് നോക്കുകയാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ലൈക്ക് എന്താണ് സംഭവം എന്നുള്ള. എനിക്ക് ഓൾറെഡി അറിയാം ഇതൊരു കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. ബട്ട് കുറേ എക്സ്പെക്റ്റേഷൻ വെച്ച് കഴിച്ചു. പക്ഷെ എനിക്കിഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പുറത്ത് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ റോട്ടിലും സൈഡിലും പാടത്തിലെല്ലാം ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കുകയാണ്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. റൈറ്റ് ഫ്രം ദ ജിബ്ലി മൂവിയാണ്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ലൈക്ക് എന്താ അറിയില്ല, എനിക്ക് കുറേ കാലമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേരളം ബേസ് ചെയ്തിട്ടൊരു ജിബ്ലി മൂവി വേണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും പോസിബിൾ അല്ലാന്ന് അറിയാം, എന്നാലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ. പിന്നെ ഇതാ ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അത് ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഏതോ ഒരു മൂവിയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. പിന്നെ അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഞാൻ 1-2 ഫ്ലവേഴ്സ് എല്ലാം വാങ്ങിച്ചു, എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു. അവരെ കൂടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു ഞാനവിടെ എത്തിയപ്പോക്കിനും. അപ്പോൾ പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചു. കലീസിലെ ബിരിയാണിയാണ് കഴിച്ചത്. ഇതൊരു പ്രമോഷനൊന്നുമല്ല, പക്ഷെ എനിക്ക് ആ ബിരിയാണി നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ആരെങ്കിലും മലപ്പുറം തിരൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ കലീസിൽ നിന്നൊരു ദം ബിരിയാണിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ലതാണ്. പിന്നെ ബിരിയാണി എല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ബീച്ചിൽ പോകാനാണ് പ്ലാന്. ബട്ട് ബീച്ചിൽ വെറുതെ പോകാൻ പറ്റില്ല, പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് ബീച്ചിൽ പോയി ഇരിക്കുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നത് പോണ്ടിച്ചേരിയിൽ നിന്നാണ്. അന്ന് ഞാൻ പോയത് കുറച്ച് ആൾക്കാർ നല്ലോണം ഉള്ളൊരു ബീച്ചാണ്. ലൈക്ക് എനിക്ക് അങ്ങനെയുള്ള ബീച്ചല്ല ഇഷ്ടം, എനിക്ക് ഭയങ്കര പ്രൈവറ്റ് ബീച്ച് പോലെയുള്ള ബീച്ചാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എൻ്റെ ഇവിടെയുള്ള ബീച്ചിലൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല, പ്രത്യേകിച്ച് ഈ ലഞ്ച് ടൈമിലൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഇല്ല അവിടെ. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ആൾ കുറച്ച് വന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ പോകാനും നോക്കാനൊക്കെ. പിന്നെ ഞങ്ങൾ ബീച്ചിൽ എല്ലാവർക്കും അറിയുണ്ടാവും, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സീ ഷെൽസ് ഭയങ്കര കുറവാണ്. ഞാൻ പോണ്ടിച്ചേരി പോയപ്പോൾ അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീ ഷെൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തീരെ ഇല്ല, ഇവിടെ പണ്ട് തൊട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഓരോ റീലൊക്കെ കാണുമ്പോൾ നല്ല ക്യൂട്ട് ഷെല്ലൊക്കെ കാണുമ്പോൾ അയ്യോ ഇതൊന്നും എൻ്റെ നാട്ടിലില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു. ബട്ട് പോണ്ടിച്ചേരിയൊക്കെ പോയാൽ നിങ്ങൾക്ക് നല്ല എസ്തറ്റിക് ആയിട്ടുള്ള സീഷെൽസ് എല്ലാം കിട്ടുന്നതാണ്. ഞാൻ അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള സീഷെല്ലുകൊണ്ട് നെക്ലേസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എൻ്റെ ഷോപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം, ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് റിലാക്സായി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടല്ല മോളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ മഴ കൂടുതലായതുകൊണ്ട് തന്നെ സൺസെറ്റൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു, മോളിലോട്ട് പോയി. പിന്നെ ഞാനിങ്ങനെ മഴ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവളെന്താ മഴ എന്ന് പറയാതെ മഴ എന്ന് പറയുന്നത്. അതെൻ്റെ ഈ ഒരു മലപ്പുറം സ്ലാങ്ങിൽ വരുന്ന സംഭവമാണ്. അത് എത്ര വിചാരിച്ചാലും അത് മാറൂല. ലൈക്ക് എപ്പോൾ വീഡിയോ എടുത്താലും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലർക്കൊന്നും മനസ്സിലാവാറില്ല, ബട്ട് മഴയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ മോളിൽ എപ്പോൾ പോയാലും ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും പോകുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു പ്ലേ ഏരിയയോട്ടാണ്. ഇവിടെ ഭയങ്കര ഞങ്ങൾ കയറൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ നോക്കി വരും എല്ലാം. ലൈക്ക് VR എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ VR ഇതുവരെ കയറിയിട്ടില്ല, മേ ബി ഇൻ ഫ്യൂച്ചറിൽ കയറുമായിരിക്കും, ഐ ഡോണ്ട് നോ. അപ്പോൾ അതെല്ലാം നോക്കി ഇങ്ങനെ നടന്നു. എന്തെങ്കിലും ഒരു പ്ലേ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുമോ നോക്കി നടന്നതാണ്. പക്ഷേ അതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഈ സംഭവം ഞാൻ ഫ്രണ്ട്സിലെല്ലാം കണ്ടിട്ടുണ്ട്, അതിൻ്റെ പേരറിയില്ല, ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബോൾസ് അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കളിക്കാൻ പറ്റില്ല.
പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തിട്ട് ഷിപ്പ് ചെയ്യണം. നെക്സ്റ്റ് ഡേ ഷിപ്പ് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പാക്ക് ചെയ്യുന്നതാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ള ഫോൺ ചാമാണ്. ഇത് ബ്ലൂ കളറിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഇനിയും 1-2 പീസ് മാത്രമേ ലെഫ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. പിന്നെ വരുന്നത് ഈ ഒരു സ്ട്രോബെറി കീ ചെയിൻ ആണ്. ഐ മീൻ ഫോൺ ചാം തന്നെയാണ്. ഫോൺ ചാമ നിങ്ങൾക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യുക, ഫോണിനും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഫേമസ് ടൊട്ടോറോ കീ ചെയിൻ ആണ്. അത് ക്ലേ ചാമാണ് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടാണ്. പിന്നെ ഇത് ടെഡി കീ ചെയിൻ ആണ്. നിങ്ങൾക്ക് ബാഗ്സിലെല്ലാം യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് മെയിൻ ഹൈലൈറ്റ് ഐറ്റം. ഇത് ഹെയർ ക്ലോ ആണ്. ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് എൻ്റെ ഷോപ്പിൽ. പിന്നെ സ്റ്റിക്കർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഈ ഒരു സേവറി എന്നുള്ളൊരു സ്റ്റിക്കർ സെറ്റാണ്. ഫുഡ് സ്റ്റിക്കേഴ്സാണ്. പിന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള സ്റ്റഫ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഞാൻ എക്സ്ട്രാ ഫ്രീ സ്റ്റഫ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ സർപ്രൈസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാവർക്കും കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിക്കാത്തത്. അത് ഈ ഒരു കസ്റ്റമർക്ക് മാത്രമായുള്ള ഒരു സർപ്രൈസാണ്. മറ്റേത് ഞാൻ വീഡിയോ ഇട്ടിട്ട് ആ കസ്റ്റമർ എങ്ങനെ അത് കണ്ടായാൾക്ക് മനസ്സിലാവും ഇതാണ് പ്രൊഡക്റ്റ് എന്ന്. അപ്പോൾ അതാണ് കാണിക്കാത്തത്. ഇത് കുറച്ച് ഫ്രീ ബീസാണ്. ഇതെല്ലാവർക്കും കിട്ടുന്നതാണ്. അതുപോലെ ഫ്രീ സ്റ്റേഷനറി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റത്തെ ഓർഡർ ആയിരിക്കണം. ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ സ്റ്റേഷനറി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞു റെഡി ടു ഷിപ്പ്. അങ്ങനെ പാക്ക് ചെയ്യാനുള്ളതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും മൂവീസ് കാണാമെന്ന് കരുതിയിട്ട് പൊന്നിയാണ് കാണുന്നത്. പൊന്നി എല്ലാ ടൈമിലും കാണുന്നൊരു മൂവിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.